പാലക്കാട് തിരഞ്ഞെടുപ്പിൽ എന്തും സംഭവിക്കാം. 3 പാർട്ടികളും ടൈറ്റായി നിൽക്കുകയാണ്. അവിടെ പ്രധാന മത്സരം അവസാന ഘട്ടത്തിലേക്ക് വരുമ്പോൾ കോൺഗ്രസ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിലും BJP സ്ഥാനാർത്ഥിയും തമ്മിലാണ്, കൃഷ്ണകുമാറും തമ്മിലായി മാറുന്നു. ഇപ്പോൾ BJPക്ക് ഏറെ പ്രതിസന്ധി ഉണ്ടായി, കോഴ വിവാദമുണ്ടായി, പിന്നെ കുഴൽപ്പണ ഇടപാട് വീണ്ടും ചർച്ച ചെയ്തു. കോൺഗ്രസ് പാർട്ടിക്ക് ബാധ്യതയാകാവുന്ന രീതിയിൽ പെട്ടി വിഷയം എന്നു വേണ്ട നിലവാരം കുറഞ്ഞ ഒരുപാട് വിഷയങ്ങൾ. പാലക്കാട് തിരഞ്ഞെടുപ്പിൽ ഈ EP ജയരാജൻ്റെ പ്രസ്താവനകൾ കോൺഗ്രസിനാണോ BJPക്കാണോ നേട്ടമുണ്ടാക്കുന്നത്? തീർച്ചയായും CPM-ന് അത് ബുദ്ധിമുട്ട് തന്നെയായിരിക്കും. പി സരിന് എന്തെങ്കിലും വിദൂരമായ സാധ്യതകളെങ്കിലും ഉണ്ടെങ്കിൽ നിഷ്പക്ഷരായ വോട്ടർമാരുടെ ഒരു ചെറിയ നമ്പർ മാറി ചിന്തിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് EP ജയരാജൻ തീർച്ചയായും വളരെ മൂല്യമുള്ള, മാധ്യമങ്ങൾക്ക് വളരെയധികം താരമൂല്യമുള്ള ഒരു നേതാവായി തുടരുന്നു. ഹി റെഫ്യൂസ് ടു ഫെയ്ഡ് അവേ ഫ്രം ദ സെൻറ്റർ സ്പ്രെഡ്. പത്രത്തിൻ്റെ അകത്താളും ഏറ്റവും പ്രധാനപ്പെട്ട താളുകളിൽ നിന്നും മാഞ്ഞു പോകാൻ വിസമ്മതിക്കുന്ന ഒരാൾ. പാർട്ടിയുടെ എല്ലാ പദവികളിൽ നിന്നും മാറി നിന്നാലും EP ജയരാജൻ താരമായി തുടരും. പാർട്ടിയിൽ നിന്നും റിട്ടയർ ചെയ്ത് പോയാലും അല്ലെങ്കിൽ രാജിവെച്ച് പോകേണ്ടി വന്ന് അങ്ങനെ പോവില്ല. പോകേണ്ടി വന്നാൽ പോലും പുസ്തകത്തിലൂടെ അദ്ദേഹം ജനങ്ങളോട് അദ്ദേഹത്തിൻ്റെ കാലശേഷം പോലും സംസാരിച്ചു കൊണ്ടിരിക്കും. ആ രീതിയിൽ തൻ്റേതായ ഒരു ഇടം കേരള രാഷ്ട്രീയത്തിൽ എഴുതി ചേർത്ത വിഖ്യാതനായ ഒരാളായി തന്നെയാണ് EP ജയരാജനെ നമുക്ക് കാണാനാവുക. മാർക്സിസ്റ്റ് പാർട്ടിയുടെ, കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം രേഖപ്പെടുത്തുമ്പോൾ EP ജയരാജൻ്റെ പേര് ഒഴിവാക്കി ആ ചരിത്രം രേഖപ്പെടുത്താൻ ആവില്ല. അത് പാലക്കാട്ട് അവസാന ആണി പാർട്ടിക്ക് അടിച്ചയാളാണോ ജയരാജൻ എന്നാണോ ആ ചരിത്രം രേഖപ്പെടുത്തുന്നത്? കട്ടൻ ചായയും കുടിച്ച് പരിപ്പുവടയും കഴിച്ച് പാർട്ടി പ്രവർത്തനം നടത്തിയിരുന്ന കാലം പോയി മറഞ്ഞു എന്ന ഒരു യാഥാർത്ഥ്യം ഒരു പച്ച പരമാർത്ഥിയായ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് പറയുമ്പോൾ എന്തൊരു പുകിലായിരുന്നു കേരളത്തിൽ. പറഞ്ഞു വരുന്നത് EP ജയരാജനെ കുറിച്ചാണ്. EP ജയരാജൻ ഒരു സാമാന്യ തത്വം പറഞ്ഞു. കാലം മാറി. കാലം മാറുമ്പോൾ പ്രവർത്തന രീതിയും മാറും, കോലം മാറും. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെന്നല്ല, എല്ലാ പാർട്ടികളിലും സംഭവിക്കുന്ന സ്വാഭാവികമായ മാറ്റമാണ്. പക്ഷെ ഇവിടുത്തെ ചോദ്യമെന്ന് പറയുന്നത്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വർഗ സ്വഭാവത്തിന് മാറ്റം വന്നുവോ? അടിസ്ഥാന വർഗ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉപരിവർഗ താല്പര്യങ്ങൾ കൂടി സംരക്ഷിച്ചു തുടങ്ങിയോ? ആരോടൊപ്പമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി? അവിടെയാണ് EP ജയരാജൻ എന്ന വ്യക്തിയുടെ തുറന്നു പറച്ചിലുകളുടെയും അല്ലെങ്കിൽ EP ജയരാജനുമായി ബന്ധപ്പെട്ട വിവാദങ്ങളുടെയും പ്രസക്തി അവിടെയാണ്. EP ജയരാജൻ അറിയാം, ഏറ്റവും നല്ല ടൈമിംഗ് അറിയാവുന്ന ആളാണ് EP ജയരാജൻ. ഒരു കാര്യം എപ്പോൾ പറയണം, എങ്ങനെ പറയണം, പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഡാമേജ് ഉണ്ടായിക്കഴിഞ്ഞ് അതങ്ങ് നിഷേധിച്ചാൽ മതിയല്ലോ. അതുകൊണ്ട് ഡാമേജ് ഉണ്ടാക്കി അത് ഞാനൊന്നും പറഞ്ഞില്ലേ എന്ന മട്ടിൽ പിന്നീട് കൈമലർത്തുന്ന ഒരു തന്ത്രം. ഇത് മനഃപൂർവ്വമായ തന്ത്രമല്ല. ഒരു പരിധിവരെ EP ജയരാജൻ എന്ന ശുദ്ധനായ രാഷ്ട്രീയക്കാരൻ, ശുദ്ധഗതിക്കാരനായ ആളാണ്. പലപ്പോഴും ശുദ്ധൻ ദുഷ്ടൻ്റെ ഫലം ചെയ്യുമെന്നൊരു പഴഞ്ചൊല്ലുണ്ട്. അത് സംഭവിക്കുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക്, പ്രത്യേകിച്ചും CPM-ന് വലിയ ബാധ്യതയായി മാറിയിരിക്കുന്നു EP ജയരാജൻ്റെ സ്വല്പം ഉറക്കെയുള്ള തുറന്നു പറച്ചിലുകൾ. തെരഞ്ഞെടുപ്പ് ദിനത്തിലും അതാവർത്തിക്കുന്ന കാഴ്ച കണ്ടു. ഒന്നാമത്തെ പ്രാവശ്യമല്ല, 2ാം പ്രാവശ്യവും സംഭവിച്ചു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ നടത്തുന്ന ആ ദിവസം BJP നേതാക്കളെ കണ്ട കാര്യം, 1.5 വർഷം മുൻപ് BJP നേതാവ്, കേരളത്തിൻ്റെ പ്രഭാരിയായിരുന്ന പ്രകാശ് ജവദേക്കറുമായി അന്ന് നടത്തിയെന്ന് പറയപ്പെടുന്ന കൂടിക്കാഴ്ചയെക്കുറിച്ച് തുറന്ന് സംസാരിച്ചു. രാവിലെ 8:30 മണിക്ക്. നോക്കൂ, പോളിംഗ് ബൂത്തിൽ ആളുകൾ വരി നിൽക്കുന്ന സമയമാണ്. അന്നേരമാണ് ഇടുത്തി പോലെ ഈ പ്രഖ്യാപനം വരുന്നത്, അല്ലെങ്കിൽ ഈ വാർത്ത വരുന്നത്, അതിൻ്റെ സ്ഥിരീകരണം വരുന്നത്. EP ജയരാജനിൽ നിന്ന് തന്നെ സ്ഥിരീകരണം വരുന്നു. പിന്നീട് അദ്ദേഹം മാറ്റിയും മറിച്ചും ഒക്കെ പറഞ്ഞു. അതൊക്കെ ചരിത്രം. അത് ഒരിക്കൽ ചക്ക വീണ് മൂല ചത്തു. എപ്പോഴും ചക്ക വീഴുകയും മൂല ചാവുകയും ചെയ്യില്ല. വീണ്ടും അത് സംഭവിച്ചുവെങ്കിൽ ഇപ്രാവശ്യം വന്നത് പുസ്തക വിവാദത്തിൻ്റെ രൂപത്തിലാണ്. കട്ടൻ ചായയും പരിപ്പ് വടയും ഒരു കമ്മ്യൂണിസ്റ്റിൻ്റെ ജീവിതം എന്ന തലക്കെട്ടോടുകൂടി കേരളത്തിൽ ഏറ്റവും വായനക്കാരുള്ള, ഏറ്റവും കൂടുതൽ ബ്രാഞ്ചുകളുള്ള, ഔട്ട്ലെറ്റുകളുള്ള DC ബുക്സ് പ്രസിദ്ധീകരിക്കുന്ന ഒരു പുസ്തകം EP ജയരാജൻ്റെ ആത്മകഥ. അത് തെറ്റാണോ? ഒരു പുസ്തക പ്രസാധകശാലയ്ക്ക് രാഷ്ട്രീയ നേതാക്കളുടെ പുസ്തകം പ്രസിദ്ധീകരിക്കാം. പലരും ചോദിച്ചു, എന്തുകൊണ്ട് ചിന്ത പബ്ലിക്കേഷൻ, CPM-ന് നേരിട്ട് നിയന്ത്രണമുള്ള ചിന്ത പബ്ലിക്കേഷൻ എന്തുകൊണ്ട് ഈ പുസ്തകം, അത് പ്രസാധകരുടെ തീരുമാനമാണ്, എഴുതുന്ന വ്യക്തിയുടെ തീരുമാനമാണ്. ജയരാജൻ തന്നെ പറയുന്നു, മാതൃഭൂമി ബുക്സും
DC ബുക്സും തന്നോട് ആലോചിച്ചു, തന്നോട് കൺസൾട്ട് ചെയ്തു. താൻ ആർക്കും അനുവാദം കൊടുത്തില്ല. താനൊരു ലേഖകനെ, ഒരു ഇടതുപക്ഷ ചായ്വുള്ള തൻ്റെ തന്നെ വേണ്ടപ്പെട്ട ഒരു കമ്മ്യൂണിസ്റ്റുകാരനായ ഒരു ലേഖകനെ ചുമതല ഏൽപ്പിച്ചു. താൻ എഴുതിയത് 100-200 പേജ് എഴുതി എന്നാണ് ക്ലെയിം ചെയ്യുന്നത്. പക്ഷേ എഴുത്ത് പൂർത്തിയാക്കിയില്ല എന്നാണ് EP ജയരാജൻ പറയുന്നത്. പൂർത്തിയാക്കാത്ത ഒരു എഴുത്ത് ഒരു തലക്കെട്ടോടുകൂടി കേരളത്തിൽ തിരഞ്ഞെടുപ്പ് ദിവസം തന്നെ പ്രസിദ്ധീകരിക്കാൻ ഒരു പ്രസാധകശാല മുന്നിട്ടിറങ്ങുന്നുവെങ്കിൽ അത് ടൈമിംഗ് തന്നെയാണ്. അത് ഉണ്ടാക്കുന്നൊരു ഹൈപ്പുണ്ട്. ആ ഹൈപ്പ് പ്രയോജനപ്പെടുത്താനായിരിക്കണം ഒരുപക്ഷെ DC ബുക്സിൽ ശ്രമിച്ചത്. പക്ഷേ DC ബുക്സിൻ്റെ വെബ്സൈറ്റിലൊക്കെ വന്നു എന്നതല്ലാതെ, കവർ പേജ് വന്നു എന്നതല്ലാതെ സ്ഥിരീകരണവും ഔദ്യോഗിക സ്ഥിരീകരണവും ഒന്നും തന്നെ DC ബുക്സിൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ടില്ല. ഇവിടെ ആര് പറയുന്നതാണ് ശരി? DC ബുക്സ് ഒന്നും പറയുന്നില്ല, തുടർന്നൊന്നും പറയുന്നില്ല. ആ വിവാദം ചില സാങ്കേതിക കാരണങ്ങളാൽ, അച്ചടി സംബന്ധമായ ചില സാങ്കേതിക കാരണങ്ങളാൽ പ്രസാധനം നീട്ടിവെച്ചു, ഉപേക്ഷിച്ചു എന്ന് പറയുന്നില്ല. ജയരാജനുമായി ഞങ്ങൾക്കൊരു ബന്ധവുമില്ല എന്ന് പറയുന്നില്ല. ഇത് വ്യാജ വാർത്തയാണെന്ന് പറയുന്നില്ല. അപ്പോൾ സംശയിക്കാൻ ചിലതുണ്ട്. EP ജയരാജൻ പറയുന്നു, എനിക്ക് യാതൊരു ഇടപാടുമില്ല, ഞാൻ അങ്ങനെ എഴുതിയിട്ടില്ല. ഇപ്പോൾ പുറത്തു വന്ന കാര്യങ്ങൾ അത് സ്വല്പം ലേശം ഡാമേജ് ഉണ്ടാകുന്ന കാര്യമാണ്. പിണറായി വിജയൻ ഗവൺമെൻറ്റിനെ ഒരു പരിധിവരെ വിമർശിക്കുന്ന രണ്ടാം പിണറായി സർക്കാർ ഒന്നാം പിണറായി സർക്കാരിൻ്റെ അത്ര കാര്യക്ഷമമായിട്ടല്ല പ്രവർത്തിക്കുന്നത്. അതുമാത്രമല്ല, പാലക്കാട്ടെ സ്ഥാനാർത്ഥിയായ P. സരിൻ അവസരവാദിയാണ്, കളം മാറി ചവിട്ടുന്നയാളാണ്, ഇരുട്ടി വെളുക്കുമ്പോൾ മറ്റേ ചേരിയിൽ പ്രത്യക്ഷപ്പെടുന്നയാളാണ്. ഇങ്ങനെയുള്ള ആളുകൾ ടേൺ കോട്ട്സ് ബാധ്യതയാണ്. PV അൻവറിൻ്റെ കാര്യം കൂടി പറഞ്ഞുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടി സ്വതന്ത്രന്മാരായി നിർത്തിയ പല സ്ഥാനാർത്ഥികളും പിൽക്കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ബാധ്യതയായി, ഇടതുപക്ഷത്തിന് ബാധ്യതയായി മാറുന്ന ഒരു കാഴ്ച ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ്. അത് ജയരാജൻ ആ ഭാഗമൊന്നും വിവാദ പരാമർശങ്ങളൊന്നും തന്നെ EP ജയരാജൻ എഴുതിയതല്ല എന്ന് അദ്ദേഹം ആണയിട്ട് പറയുന്നു. അദ്ദേഹത്തെ വിശ്വസിക്കണോ അതോ അദ്ദേഹത്തിൻ്റെ പ്രസാധകർ എന്ന് പറയുന്ന DC ബുക്സിനെ വിശ്വസിക്കണോ? മാധ്യമങ്ങൾ നമുക്ക് മുന്നിൽ ചിതറിയിട്ട കോറിയിട്ട ചിത്രങ്ങൾ അങ്ങനെയൊന്നും അവിശ്വസിക്കാൻ പറ്റില്ല. എന്താണ് EP ജയരാജൻ്റെ മനസ്സിനെ മഥിക്കുന്ന പ്രശ്നം? ആ പ്രശ്നം ചർച്ചയാകുന്നതിലൂടെ പാലക്കാട് തിരഞ്ഞെടുപ്പിനെയാണോ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നത്? P. സരിൻ്റെ സാധ്യതകളെ പൂർണ്ണമായി അട്ടിമറിക്കുകയാണോ? അത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെയോ BJP സ്ഥാനാർത്ഥിയുടെയോ വിജയത്തിന് അത് കാരണമാകുമോ? അന്വേഷണമാണ് ഈ വീഡിയോയിലെ പ്രധാന ഇതിവൃത്തം. EP ജയരാജൻ ഏറെക്കാലമായി ഖിന്നനാണ്. അദ്ദേഹം തലയെടുപ്പുള്ള നേതാവാണ്, മാർക്സിസ്റ്റ് പാർട്ടിയുടെ കറകളഞ്ഞ നേതാവാണ്. സ്റ്റുഡൻസ് ഫെഡറേഷനിലൂടെ കടന്നു വന്ന് DYFIയിലൂടെ മുന്നേറി പാർട്ടിയുടെ വിവിധ തലങ്ങളിൽ നേതൃസ്ഥാനത്തെത്തിയ ആളാണ്, സീനിയറാണ്. സ്വാഭാവികമായി കോടിയേരി ബാലകൃഷ്ണൻ്റെ വിടവിൽ, കോടിയേരി ബാലകൃഷ്ണൻ മരിച്ച ആ ഒഴിവിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ CPMൻ്റെ സെക്രട്ടറിയായി, പാർട്ടി സെക്രട്ടറിയായി ചുമതല ഏൽക്കേണ്ട സ്വാഭാവിക ചോയ്സ് EP ജയരാജൻ മാത്രമാണ്. അതുമാത്രമല്ല, പോളിറ്റ് ബ്യൂറോയിലേക്ക് ഒഴിവ് വന്നപ്പോൾ അത് നികത്തുമ്പോൾ EP ജയരാജനെ, കേന്ദ്ര കമ്മിറ്റിയിൽ ദീർഘമായി പ്രവർത്തിക്കുന്ന EP ജയരാജനെ എന്തുകൊണ്ട് എടുത്തില്ല എന്നത് വളരെ വലിയ ചോദ്യമാണ്. പിണറായി വിജയനുമായി അടുത്ത ബന്ധം പുലർത്തുമ്പോഴും പിണറായി വിജയൻ അനിഷേധ്യ നേതാവായി തുടരുമ്പോഴും EP ജയരാജന് എന്തുകൊണ്ട് സാധിക്കുന്നില്ല? അപ്പോൾ കഴിഞ്ഞ 20 വർഷത്തിന് മുൻപ് എവിടെയായിരുന്നു EP ജയരാജൻ നിന്നത്? പാർട്ടിക്കുള്ളിൽ ഏതാണ്ട് അതേ സ്ഥാനത്ത് തന്നെയാണ് ഇപ്പോഴും. കേന്ദ്ര കമ്മിറ്റിയിൽ മാത്രമാണ്. അദ്ദേഹം പോളിറ്റ് ബ്യൂറോയിൽ അംഗമായിട്ടില്ല, അദ്ദേഹം സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടില്ല. അപ്പോൾ EP ജയരാജനെ പാർട്ടി തഴഞ്ഞു. അദ്ദേഹത്തിൻ്റെ വിടുവായിത്വം കൊണ്ടാകാം, തുറന്നു പറച്ചിലുകൾ കൊണ്ടാകാം, രീതികൾ കൊണ്ടാകാം, ചാക്ക രാധാകൃഷ്ണനുമായി ഉണ്ടായ ബന്ധം, അല്ലെങ്കിൽ പാർട്ടി തന്നെ ആവശ്യപ്പെട്ട് പാർട്ടിയുടെ താല്പര്യപ്രകാരം ദേശാഭിമാനിക്ക് വേണ്ടി ഫണ്ട് കളക്ട് ചെയ്യാൻ സാന്റിയാഗോ മാർട്ടിനുമായി, ലോട്ടറി രാജാവായ സാന്റിയാഗോ മാർട്ടിനിൽ നിന്നും 2 കോടിയുടെ ബോണ്ട് വാങ്ങി എന്ന ആരോപണം പാർട്ടി കൈയൊഴിഞ്ഞു. പഴി മുഴുവൻ ജയരാജൻ്റെ മേലിലായി. അപ്പോൾ എങ്ങനെ ജവദേക്കറുമായുള്ള സംസാരമാകട്ടെ, ഈ ചാക്ക രാധാകൃഷ്ണനുമായിട്ടുള്ള ബന്ധമാകട്ടെ, അല്ലെങ്കിൽ വിവാദ ദള്ളാൽ നന്ദകുമാറുമായിട്ടുള്ള ബന്ധമാകട്ടെ, വൈദേകം റിസോർട്ടുമായ പ്രശ്നമാകട്ടെ, അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് ഓഹരി ഉണ്ടെന്ന് പറയപ്പെടുന്ന ഈ BJP നേതാവ് രാജീവ് ചന്ദ്രശേഖരന് ഉടമസ്ഥത ഉള്ള ഒരു റിസോർട്ടിൽ കമ്മ്യൂണിസ്റ്റ് നേതാവിൻ്റെ ഭാര്യയ്ക്കോ മകനോ ബന്ധമുണ്ടെന്ന് പറയുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം തീർച്ചയായും EP ജയരാജന് മാത്രമാണ്. പാർട്ടിക്ക് ആ പഴി പാർട്ടിയെ ഏൽപ്പിക്കുന്നത് ശരിയല്ല. അതെൻ്റെ ഒരു അഭിപ്രായം അങ്ങനെയാണ്. EP ജയരാജൻ്റെ മാത്രം. അപ്പം നോട്ടപ്പിശക്, ജാഗ്രത കുറവ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ സ്ഥിരം പറയുന്ന ഒരു വാക്കാണ്. വേണ്ട ജാഗ്രത പുലർത്തിയില്ല EP ജയരാജൻ. ഈ പ്രായത്തിൽ 74.5 വയസ്സിൽ ഇനി എന്ത് ജാഗ്രത? ജാഗ്രത 75 വയസ്സാകുമ്പോൾ പാർട്ടി സമ്മേളനം നടക്കുന്നു.
ഇപ്പോൾ പാർട്ടി സമ്മേളനങ്ങൾ ഇദ്ദേഹത്തിന് 75 വയസ്സാകുന്നത് 2025 മെയ്യിലാണ്. അതിനു മുൻപ് തന്നെ പാർട്ടി സമ്മേളനങ്ങൾ അവസാനിക്കും. പാർട്ടി സമ്മേളനങ്ങൾ നടക്കുന്ന സമയത്ത് കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാവില്ല. വേണമെങ്കിൽ 75 വയസ്സ് ഔട്ട് ഗോയിങ് വർഷമായി അല്ലെങ്കിൽ എക്സിറ്റ് ഇയറായി BJPയും അങ്ങനെ തന്നെയാണ്. നരേന്ദ്രമോദിക്ക് ഒരു എക്സെപ്ഷൻ. അപ്പം EP ജയരാജൻ ഒരു എക്സെപ്ഷൻ കൊടുക്കുമോ? അല്ലെങ്കിൽ സാങ്കേതികത്വം പറഞ്ഞുകൊണ്ട് 75 വയസ്സാകുന്നില്ല പാർട്ടി സമ്മേളനം, പാർട്ടി കോൺഗ്രസ് നടക്കുമ്പോൾ, അങ്ങനെയെങ്കിൽ ഒരു ടേം കൂടി കേന്ദ്ര കമ്മിറ്റിയിൽ കൊടുക്കാമോ? അതോ കുറച്ചുകൂടെ ഉയർച്ചയിലേക്ക് കൊണ്ടുവരാമോ? ഒന്നും തന്നെ നമുക്കറിയില്ല. എനിക്ക് തോന്നുന്നത് EP ജയരാജൻ എല്ലാ പാർട്ടി പദവികളിൽ നിന്നും മാറേണ്ടി വരും പാർട്ടി സമ്മേളനം കഴിയുമ്പോൾ. ഇനി അദ്ദേഹത്തെ പരിഗണിക്കാനുള്ള സാധ്യതയില്ല. കാരണം പാർട്ടിക്ക് അദ്ദേഹം അനഭിമതൻ എന്നതല്ല, ഒരു ബാധ്യത ആകുന്നു എന്ന ഒരു ചിന്ത വ്യാപകമായിട്ടുണ്ട്. കാരണം അദ്ദേഹത്തെ കൊണ്ട് തന്നെ അദ്ദേഹം തന്നെ നടത്തിയ പ്രസ്താവനകളെ അദ്ദേഹത്തിൻ്റെ തന്നെ പ്രസ്താവനകൾ കൊണ്ട് നിരന്തരം തിരുത്തിക്കേണ്ട, അപ്പോൾ തിരുത്തി മറിച്ചും പറയുമ്പോൾ ഡാമേജ് ഉണ്ടാകുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ക്രെഡിബിലിറ്റിക്കാണ്. അതിന് EP ജയരാജനെ പോലെ ദോഷമുണ്ടാക്കിയ മറ്റൊരു നേതാവുമില്ല. P ജയരാജൻ മറ്റൊരു വലിയ ആളാണ്. P ജയരാജൻ EP ജയരാജൻ തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. 3 ജയരാജന്മാരാണ് കണ്ണൂർ രാഷ്ട്രീയത്തിൽ നിൽക്കുന്നത്. EP ജയരാജൻ, P ജയരാജൻ, MV ജയരാജൻ. MV ജയരാജൻ കാര്യമായ അദ്ദേഹവും ഉണ്ട്, ചുംബൻ പ്രയോഗമൊക്കെ നടത്തിയ ആളാണ്. അപ്പം ഈ ജയരാജന്മാരെ ഒരു പരിധിവരെ പാർട്ടിക്കൊരു മുതൽക്കൂട്ടാണ്, ഒരു പരിധിവരെ ബാധ്യതയുമാണ്. P ജയരാജനെ ഒതുക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വലിയ തോതിലാണ് കണ്ണൂരിൽ നീക്കങ്ങൾ നടത്തിയത്. അദ്ദേഹം ഇപ്പോൾ ശാന്തനായി കഴിയുന്നു, അദ്ദേഹവും അസംതൃപ്തനാണ്. അപ്പോൾ അസംതൃപ്തന്മാരായ ജയരാജന്മാർ പാർട്ടിക്ക് ബാധ്യതയാണ്. പാലക്കാട്ടേക്ക് വരുമ്പോൾ, പാലക്കാട് തിരഞ്ഞെടുപ്പിൽ എന്തും സംഭവിക്കാം. 3 പാർട്ടികളും ടൈറ്റായി നിൽക്കുകയാണ്. അവിടെ പ്രധാന മത്സരം അവസാന ഘട്ടത്തിലേക്ക് വരുമ്പോൾ കോൺഗ്രസ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിലും BJP സ്ഥാനാർത്ഥിയും തമ്മിലാണ്, കൃഷ്ണകുമാറും തമ്മിലായി മാറുന്നു. അപ്പോൾ BJPക്ക് ഏറെ പ്രതിസന്ധി ഉണ്ടായി, കോഴ വിവാദമുണ്ടായി, കുഴൽപ്പണ ഇടപാട് വീണ്ടും ചർച്ച ചെയ്തു. കോൺഗ്രസ് പാർട്ടിക്ക് ബാധ്യതയാകാവുന്ന രീതിയിൽ പെട്ടി വിഷയം എന്ന് വേണ്ട നിലവാരം കുറഞ്ഞ ഒരുപാട് വിഷയങ്ങൾ. പാലക്കാട് തിരഞ്ഞെടുപ്പിൽ EP ജയരാജൻ്റെ പ്രസ്താവനകൾ കോൺഗ്രസിനാണോ BJPക്കാണോ നേട്ടമുണ്ടാക്കുന്നത്? തീർച്ചയായും CPMന് അത് ബുദ്ധിമുട്ട് തന്നെ ആയിരിക്കും. പി സരിന് എന്തെങ്കിലും വിദൂരമായ സാധ്യതകളെങ്കിലും ഉണ്ടെങ്കിൽ നിഷ്പക്ഷരായ വോട്ടർമാരുടെ ഒരു ചെറിയ നമ്പർ മാറി ചിന്തിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് EP ജയരാജൻ തീർച്ചയായും വളരെ മൂല്യമുള്ള, മാധ്യമങ്ങൾക്ക് വളരെയധികം താരമൂല്യമുള്ള ഒരു നേതാവായി തുടരുന്നു. ഹി റെഫ്യൂസ് ടു ഫെയ്ഡ് അവേ ഫ്രം ദ സെൻറ്റർ സ്പ്രെഡ്. പത്രത്തിൻ്റെ അകത്താളും ഏറ്റവും പ്രധാനപ്പെട്ട താളുകളിൽ നിന്നും മാഞ്ഞു പോകാൻ വിസമ്മതിക്കുന്ന ഒരാൾ പാർട്ടിയുടെ എല്ലാ പദവികളിൽ നിന്നും മാറി നിന്നാലും EP ജയരാജൻ താരമായി തുടരും. പാർട്ടിയിൽ നിന്നും റിട്ടയർ ചെയ്ത് പോയാലും അല്ലെങ്കിൽ രാജിവെച്ച് പോകേണ്ടി വന്നാൽ പോലും പുസ്തകത്തിലൂടെ അദ്ദേഹം ജനങ്ങളോട് അദ്ദേഹത്തിൻ്റെ കാലശേഷം പോലും സംസാരിച്ചു കൊണ്ടിരിക്കും. ആ രീതിയിൽ തൻ്റേതായ ഒരു ഇടം കേരള രാഷ്ട്രീയത്തിൽ എഴുതി ചേർത്ത വിഖ്യാതനായ ഒരാളായി തന്നെയാണ് EP ജയരാജനെ നമുക്ക് കാണാനാവുക. മാർക്സിസ്റ്റ് പാർട്ടിയുടെ, കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം രേഖപ്പെടുത്തുമ്പോൾ EP ജയരാജൻ്റെ പേര് ഒഴിവാക്കി ആ ചരിത്രം രേഖപ്പെടുത്താൻ ആവില്ല. അത് പാലക്കാട്ട് അവസാന ആണി പാർട്ടിക്ക് അടിച്ചയാളാണോ ജയരാജൻ എന്നാണോ ആ ചരിത്രം രേഖപ്പെടുത്തുന്നത്? അതോ ജയരാജൻ കൊണ്ടുവന്ന കൊടുങ്കാറ്റ്, ജയരാജൻ ഉയർത്തിയ കൊടുങ്കാറ്റ് ചായക്കോപ്പയിലെ കൊടുങ്കാറ്റായി മാറി എന്നാണോ ഭാവിയിൽ കേരളം വിലയിരുത്താൻ പോകുന്നത് എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.